കല്യാണം കഴിഞ്ഞു, ഉത്സവം കഴിഞ്ഞു, തെയ്യവും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് ഇതാ അവസാനം പോകാനുള്ള ദിവസമായിട്ടുണ്ട്. 3 ആഴ്ചയായി നാട്ടിൽ വന്നിട്ടെന്ന് പറയേയില്ല. ദിവസങ്ങളെല്ലാം ഓടി ഓടിയിട്ടായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. എത്രയൊക്കെ ആയിക്കഴിഞ്ഞാലും വരാൻ നോക്കുമ്പോൾ ഒരു സങ്കടമാണ്. പിന്നെ ഉത്സവമൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഉത്സവത്തിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് നമ്മൾ പിന്നെ കാറിൽ കൊണ്ടുവിടാൻ നിന്നിട്ടില്ല. നമ്മൾ ബസ്സിലായിരുന്നു പോയത്. പിന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ അമ്മ വന്നിട്ടുണ്ടായിരുന്നു ട്രെയിൻ കയറ്റി തരാൻ വേണ്ടിയിട്ട്. അമ്മ അധികം വരാറുണ്ട് നമ്മളിപ്പോൾ പോകുമ്പം. അപ്പോൾ ആ ദിവസം ഓറഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തിട്ട് അവനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തൊക്കെയോ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇതാ അവസാനം ട്രെയിൻ വന്നു. ഈ ട്രെയിൻ വരുന്ന ഈ ഒരു ടൈം ഭയങ്കര എന്തോ ഒരു സങ്കടം വരും. ഒന്നാമത് ഈ ടൈം ഈവനിങ് ടൈമൊക്കെ ആകുമ്പം നമുക്ക് ഭയങ്കര എന്തോ ഒരു ഫീലിങ്സ് ആവും. പിന്നെ ഇത് ആദ്യം ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അമ്മക്കും നമുക്കും. പിന്നെ അമ്മക്ക് കൊടുത്ത സ്ഥിതിക്ക് നേരം എനിക്ക് തന്നിട്ടില്ല മോശമല്ലേന്ന് വെച്ചിട്ട് എനിക്കും തരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതാ കുട്ടാട്ടിനും കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ട്രെയിൻ വന്നതിന് ശേഷം നമ്മൾ വേഗം ട്രെയിനിൽ കയറ്റി അമ്മ ലഗേജൊക്കെ എടുത്ത് വെച്ച് തന്നിട്ട് അമ്മ പുറത്തേക്ക് പോയി. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് സെറ്റാക്കുന്നതാണ്. ട്രെയിൻ വിടാനായിട്ടില്ല, 7 മണി കൃത്യത്തിനാണ് വിടുള്ളൂ. അപ്പോൾ അത് അമ്മ പുറത്തുനിന്ന് ടാറ്റ പറയുന്നുണ്ട്. അപ്പോൾ ആദൂനെയും കൊണ്ടുപോയി ടാറ്റ പറയുകയാണ്. ഇനിയിപ്പോൾ വേഗം പരിപാടി നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദൂസിനെ ഒന്ന് സെറ്റാക്കണം. കാരണം അവനൊന്ന് കരഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ ഉറക്കം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ കുട്ടാട്ടൻ എന്നോട് പറഞ്ഞു നീ വേഗം കഴിച്ചു വന്നു. അപ്പോൾ ഞാൻ ആദ്യം ഫുഡ് കഴിക്കാമെന്ന്. അപ്പോൾ ഞാൻ കഴിക്കുമ്പോൾ അവന് ഇതിനകത്ത് മെഴുക്ക് വരട്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വേഗം എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചു, അവനും ഫുഡ് കൊടുത്തു. പിന്നെ കുട്ടാട്ടൻ ലാസ്റ്റാണ് കുട്ടാട്ടൻ കഴിച്ചത്. അതിനുശേഷം ഇത് ആദൂസിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മേലൊന്ന് തുടച്ചു കൊടുത്ത് ഡ്രസ്സൊക്കെ മാറി ഉറങ്ങാനുള്ള സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ എവിടെ ഉറങ്ങാൻ. കോഴിക്കോട് എത്തിയപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും വാങ്ങാമെന്ന് വെച്ചിട്ട്. പക്ഷേ എവിടെയോ കൊണ്ടുപോയി നിർത്തിയത്, കടേൻ്റെ അടുത്തൊന്നുമല്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി തിരിച്ചു കയറി. അപ്പോൾ ഇതാ പിറ്റേന്ന് രാവിലെ നമ്മൾ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അവിടുന്ന് നേരെ നമ്മൾ ലോക്കൽ ട്രെയിൻ കയറിയിട്ടാണ് വീട്ടിലേക്ക് പോകേണ്ടത്. ഇനിയിപ്പോൾ 1 മണിക്കൂർ ഇവിടുന്ന് നമ്മൾ വീടിനടുത്തേക്ക് ഓട്ടോ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഓട്ടോയിൽ കയറിയിട്ട് ഒരു 5 മിനിറ്റേ ഉള്ളൂ വീട്ടിലേക്ക്. അപ്പോൾ അതങ്ങനെ തിരിച്ച് നമ്മുടെ തട്ടകത്തിലെത്തിയിട്ടുണ്ട്. അപ്പം കുറേ ദിവസമായി വീഡിയോ എഡിറ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഫൈനലി നമ്മൾ എത്തിയിട്ട് ഇപ്പോൾ 2-3 ദിവസമായി. അപ്പോൾ ഇവിടെ അത്രയേ ഉള്ളൂ. ബൈ.